നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് നേടി, കോപ്പ അമേരിക്ക വീണ്ടും നേടി, ഓൾറെഡി ഫൈനലിസിമ ചാമ്പ്യന്മാരാണ്. അങ്ങനെ നിൽക്കുന്ന അർജൻറ്റീനയ്ക്ക് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കൂടി നേടാൻ അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒളിമ്പിക്സിൽ അർജൻറ്റീന സെമി ഫൈനൽ കളിക്കാനില്ല. അർജൻറ്റീന ആരാധകർക്ക് അതൊരു വലിയ നിരാശയാണ്. വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള 4 താരങ്ങൾ അവരുടെ അണ്ടർ-23 ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹുലിയൻ ആൽവാരസും ജെറോണിമോ റുള്ളിയും നിക്കോളാസ് ഓട്ടാമെൻഡിയും സീനിയർ താരങ്ങളായിട്ടും പിന്നെ തിയാഗോ അൽമേഡ അണ്ടർ-23 കാറ്റഗറിയിൽ തന്നെ പെട്ടുകൊണ്ടും കളിച്ചിരുന്നു. അതായത് 4 വേൾഡ് ചാമ്പ്യന്മാർ കളിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് അവർ വീണുപോയി. ഇനിയില്ല അർജൻറ്റീന ഈ ഒളിമ്പിക്സിൽ. ആരാധകർക്ക് അത് നിരാശയുണ്ടാക്കുന്നു. എങ്കിലും ക്വാർട്ടർ ഫൈനലിൻ്റെ മറ്റ് റിസൾട്ടുകൾ നോക്കുമ്പോൾ ഈജിപ്ത് പരാഗ്വേ മത്സരം അവസാന ഘട്ടത്തിൽ ഈജിപ്ത് സമനില പിടിക്കുകയും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയും 5-4 അവർ പരാഗ്വയെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ സെമിയിലേക്ക് കടന്നു. സ്പെയിൻ ആവട്ടെ രാജകീയമായിട്ട് ജപ്പാനെ 3-0 തോൽപ്പിച്ചുകൊണ്ട് സെമി പ്രവേശനം ഉറപ്പാക്കി. മൊറോക്കോ 4-0 യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ തോൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ഫ്രാൻസ് അർജൻറ്റീന മത്സരം അറിയാമല്ലോ, 1-0 ഫ്രാൻസ് വിജയിച്ചു. അപ്പോൾ ഇനി സെമി ഫൈനൽ എന്നാണ്? സെമി ഫൈനലിൽ ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടുക? സെമി ഫൈനലിൽ ആദ്യ സെമി ഫൈനൽ മത്സരം നടക്കുന്നത് 5-ാം തീയതിയാണ്, ഓഗസ്റ്റ് 5-ന് തിങ്കളാഴ്ച മൊറോക്കോ വേഴ്സസ് സ്പെയിൻ മത്സരം രാത്രി ഇന്ത്യൻ സമയം 9:30. രാത്രി ഇന്ത്യൻ സമയം 12:30 ഫ്രാൻസും ഈജിപ്തും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പിന്നെ ഫൈനൽ മത്സരം നടക്കുന്നത്, അതായത് ബ്രോൺസ് മെഡൽ മാച്ചും അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ മാച്ചും നടക്കുന്നത് ഓഗസ്റ്റ് 8-9 തീയതികളിലായിട്ടാണ്. ഓഗസ്റ്റ് 8-നാണ് ബ്രോൺസ് മെഡൽ മാച്ച്. സെമി ഫൈനലിൽ തോൽക്കുന്നവർ തമ്മിൽ ലൂസേഴ്സ് ഫൈനൽ പോലെ കളിക്കും. പിന്നെ ഗോൾഡ് മെഡൽ മാച്ച് നടക്കുന്നത് ഓഗസ്റ്റ് 9-നാണ് രാത്രി ഇന്ത്യൻ സമയം 9:30. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.